ഇന്ന് ഞായറാഴ്ചയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ കുടുംബസമേതം മുടങ്ങാതെ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന ദിവസം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആത്മീയതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. പണ്ട് മുതൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ എത്ര എസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് കണ്ടാലും ഇത് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്കറിയാം. 500 വർഷങ്ങൾക്ക് മുൻപ് ഒരാള് വരച്ച ചിത്രങ്ങൾ കാണാൻ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അവിടെ എത്തുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടായിരിക്കത്തില്ലേ? നമ്മൾ സാധാരണ ഒരു കെട്ടിടത്തിലേക്കൊക്കെ കയറുമ്പോൾ ചുറ്റിനുമല്ലേ ആദ്യം നോക്കുക. പക്ഷേ ഇവിടെ എല്ലാവരും ആദ്യം കയറുമ്പോൾ മുകളിലോട്ടൊക്കെയാണ് നോക്കുക. കാരണം അവിടുത്തെ സീലിംഗ് വെറും ഒരു സീലിംഗ് അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കലാസൃഷ്ടികളിൽ ഒന്നാണ്. ഇത്രയുമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏത് വിഷയത്തിലേക്കാണ് പറഞ്ഞെത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. യെസ്, ദി വേൾഡ് ഫേമസ് സിസ്റ്റൈൻ ചാപ്പൽ. വത്തിക്കാനിലുള്ള ഒരു ചെറിയ ചാപ്പൽ. പക്ഷെ അതിനകത്ത് കയറിയാൽ അതൊരു ചാപ്പൽ ആണെന്ന് പോലും നമുക്ക് തോന്നില്ല. എങ്ങോട്ട് നോക്കിയാലും അതിശയകരമായ ചിത്രങ്ങൾ. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് മൈക്കൽ ആഞ്ചലോ വരച്ച ഈ അത്ഭുതം കാണാനുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്നെപ്പോലെ ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാനിതൊക്കെ പറഞ്ഞു വന്നത് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും പ്രശസ്തമായ കലാസൃഷ്ടികളിൽ ഒന്നായ സിസ്റ്റൈൻ ചാപ്പൽ ഇനി ലണ്ടനിൽ ഒരു പുതിയ അനുഭവമായി എത്തുകയാണ്. പക്ഷേ ഇത് ഒറിജിനൽ ചാപ്പൽ അല്ല കേട്ടോ, ടെക്നോളജിയുടെ സഹായത്തോടെ ഒരുക്കിയ ഒരു ഇമേഴ്സീവ് ഡിജിറ്റൽ എക്സ്പീരിയൻസ് ആണ്. ലണ്ടനിലെ ഫ്രെയിംലെസ് ഗാലറിയിലാണ് ഈ പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. വലിയ പ്രൊജക്ഷനുകളും 3D ആനിമേഷൻസും ഒക്കെ ഉപയോഗിച്ച് മൈക്കൽ ആഞ്ചലോയുടെ പ്രശസ്തമായ പെയിന്റിങ്സിനൊക്കെ ജീവൻ കിട്ടിയതുപോലെ നമുക്ക് തോന്നും. ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളൊക്കെ മൂവ് ചെയ്യുന്നതായിട്ടും ചിലതൊക്കെ ചുവരുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 50-ലധികം 3D മോഡലുകളും പ്രൊജക്ഷൻ മാപ്പിംഗ്, സൗണ്ട് എഫക്ട്സ്, മ്യൂസിക്, അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു അനുഭവം കാഴ്ചക്കാർക്കായിട്ട് ഇവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. വേവ്സിന്റെയും സൗണ്ടിന്റെയും മിന്നലിന്റെയും ഒക്കെ എഫക്റ്റുകളും കൂടെ ഒക്കെ ചേർന്നിട്ട് പ്രേക്ഷകർ വേറെ തന്നെ ഒരു ലോകത്തേക്ക് ഇത് എത്തിക്കും. ഇനി ഈ മാസ്റ്റർ പീസിന്റെ പിന്നിലെ കഥയിലേക്കൊന്ന് പോയി വരാം. മൈക്കൽ ആഞ്ചലോ 1508 മുതൽ 1512 വരെ, അതായത് 4 വർഷം എടുത്താണ് സിസ്റ്റൈൻ ചാപ്പലിന്റെ സീലിംഗ് പെയിന്റിങ്സ് പൂർത്തിയാക്കിയത്. 300-ലധികം കഥാപാത്രങ്ങളുള്ള ഈ സൃഷ്ടി ഉയരത്തിലുള്ള സ്കാഫോൾഡിങ്ങിൽ നിന്ന് കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. അതിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ് ദി ക്രിയേഷൻ ഓഫ് ആഡം. അതായത് ദൈവവും ആഡവും തമ്മിൽ വിരലുകൾ ഏകദേശം ടച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മൊമെന്റ്. അതേപോലെ ദൈവം ലൈറ്റിനെ ഇരുട്ടിൽ നിന്നും വേർതിരിക്കുന്ന രംഗം, പിന്നെ സൂര്യനും ചന്ദ്രനും സസ്യലോകവും ഒക്കെ ദൈവം സൃഷ്ടിക്കുന്ന രംഗം, ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ടെക്നോളജിയുടെ ഹെൽപ്പോടെ ഇവര് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സപ്പോസ് മൈക്കൽ ആഞ്ചലോ ഇന്ന് ജീവിച്ചിരുന്നിരുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ പുതിയ ഡിജിറ്റൽ ടെക്നോളജിയെ അദ്ദേഹം എങ്ങനെ കാണുമായിരുന്നിരിക്കും? അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ എങ്കിൽ പോലും പഴയ കലയോടുള്ളൊരു ബഹുമാനം അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പുതിയ ടെക്നോളജി ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിലും അദ്ദേഹം ഇതിനെ ഇഷ്ടപ്പെട്ടേനെ എന്നാണ് ഫ്രെയിംലെസ് ടീം പറയുന്നത്. അപ്പോൾ 500 വർഷം പഴക്കമുള്ള ഒരു മാസ്റ്റർ പീസിനെ 21st സെഞ്ച്വറിയിലെ ടെക്നോളജിയുമായി ചേർത്ത ഒരു പുതിയ അനുഭവം. അതാണ് ലണ്ടനിലെ ഈ ഡിജിറ്റൽ സിസ്റ്റൈൻ ചാപ്പൽ. പഴയ കലയും പുതിയ ടെക്നോളജിയും എങ്ങനെ ഒന്നിക്കാം എന്നതിന്റെ ഒരു മനോഹരമായ ഉദാഹരണമാണിത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.